പ്രിയരെ, ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം എന്ന ബൈബിൾ പഠന പരമ്പരയുടെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങളെല്ലാവരെയും പ്രാർത്ഥനാപൂർവം സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ഏതാനും ക്ലാസ്സുകളിൽ യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 41 വാക്യങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അന്ധനായ മനുഷ്യന് സൗഖ്യം കൊടുത്ത് ആത്മീയ അന്ധതയിൽ നിന്നും വിശ്വാസത്തിൻ്റെ പ്രകാശത്തിലേക്ക് ക്രിസ്തു നയിക്കുന്ന ഈ വചനഭാഗത്തെ പല ആംഗിളുകളിൽ നിന്നുകൊണ്ട് കാണാനായി നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ തുടർ പഠനങ്ങളിലേക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കട്ടെ. നമ്മൾ തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യം ഇതാണ്: അന്ധനായ മനുഷ്യനെ ഫരിസയരും നിയമജ്ഞരും ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ് നേരിടുന്നത്. കർത്താവിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഈശോയോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്: ഇവൻ അന്ധനായി ജനിച്ചത് ഇവൻ്റെ പാപം കാരണമാണോ അതോ ഇവൻ്റെ മാതാപിതാക്കന്മാരുടെ പാപം കാരണമാണോ? ഇതാണ് ചോദ്യം. ഈ ചോദ്യം ചോദിക്കാൻ അവർക്കൊരു കാരണമുണ്ട്. കാരണം എന്താണെന്നറിയാവോ? യഹൂദന്മാരുടെ പഴയ നിയമ കാഴ്ചപ്പാടനുസരിച്ച് പൂർവീക ശാപം നിലനിൽക്കുമെന്നുള്ള ഒരു വിശ്വാസം അവരുടെ ഇടയിലുണ്ടായിരുന്നു. അതിന് ചില പഴയ നിയമ ഗ്രന്ഥങ്ങളുടെ പിൻബലവുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ വന്ന് ചോദിച്ചത്, ഇവൻ അന്ധനായി ജനിച്ചത് ജന്മനാ അന്ധനായി തീരാൻ കാരണം ഇവൻ്റെ പാപമാണോ? ജന്മനാ തന്നെ അന്ധനായി ജനിക്കാൻ അവൻ്റെ പാപം കാരണമാകുമെന്ന് പറയാൻ പറ്റുമോ? രണ്ടാമത്തെ ഓപ്ഷൻ, ഇവൻ അന്ധനായി ജനിക്കാനുള്ള കാരണം ഇവൻ്റെ മാതാപിതാക്കന്മാരുടെ പാപമാണോ? ഇതാണ് ഈശോയുടെ മുമ്പിൽ വന്ന് ഫരിസയരും നിയമജ്ഞരും അന്ധനായ മനുഷ്യനെ ചൂണ്ടിക്കാണിച്ചിട്ട് ഈശോയോട് ചോദിക്കുന്ന ചോദ്യം. 9-ാം അധ്യായത്തിൻ്റെ 3-ാം തിരുവചനത്തിൽ കർത്താവ് ഉത്തരം കൊടുക്കുന്നുണ്ട്. ഇവൻ അന്ധനായി ജനിച്ചത് ഇവൻ്റെ പാപം മൂലമോ ഇവൻ്റെ മാതാപിതാക്കന്മാരുടെ പാപം മൂലമോ അല്ല, മറിച്ച് ദൈവത്തിൻ്റെ ഹിതം പ്രകടമാകാൻ വേണ്ടിയിട്ടാണ്. എന്താണ് ഇവിടെ അർത്ഥം? സഹോദരങ്ങളെ, പാപം വഴിയായി രോഗമുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഞാൻ 2 വചനഭാഗങ്ങൾ ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തേത് സങ്കീർത്തനങ്ങളുടെ പുസ്തകം 107-ാം അധ്യായത്തിൻ്റെ 17-ാം തിരുവചനമാണ്. ഈ വചനഭാഗം നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണേ, കൺഫ്യൂഷൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. 107-ാം സങ്കീർത്തനത്തിൻ്റെ 17-ാം തിരുവചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: പാപകരമായ മാർഗങ്ങൾ പിന്തുടർന്ന് ചിലർ രോഗികളായി തീർന്നിരിക്കുന്നു, തങ്ങളുടെ അകൃത്യങ്ങളാൽ അവർ ദുരിതത്തിലായി. നോക്കിക്കേ, പാപകരമായ മാർഗങ്ങൾ പിന്തുടർന്ന് ചിലർ രോഗികളായിരിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം സങ്കീർത്തനങ്ങളുടെ പുസ്തകം 107-ാം അധ്യായത്തിൻ്റെ 17-ാം തിരുവചനത്തിൽ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. പാപം വഴിയായി രോഗികളായി തീരാനുള്ള സാധ്യതയുണ്ട് എന്ന തിരിച്ചറിവ് പഴയ നിയമത്തിലെ സങ്കീർത്തനം 107-17. ഇനി പുതിയ നിയമത്തിൽ നിന്ന് മറ്റൊരു ഉദാഹരണം ഞാൻ ചൂണ്ടിക്കാണിക്കാം. പൗലോസ് അപ്പോസ്തലൻ കൊരിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 30-ാം തിരുവചനം ഇങ്ങനെ വായിക്കുന്നു: നിങ്ങളിൽ പലരും രോഗികളും ദുർബലരും ആയിരിക്കുന്നതിനും ചിലർ മരിച്ചു പോയതിനും കാരണം ഇതാണ്. കാരണം എന്താണ് എന്ന് തിരിച്ചറിയണമെങ്കിൽ 27-ാമത്തെ വചനം വായിച്ചു നോക്കണം. 30-ാമത്തെ വചനം ഇങ്ങനെ പറയുന്നു: നിങ്ങളിൽ പലരും രോഗികളും ദുർബലരുമാകാനും മറ്റു ചിലർ മരിച്ചു പോകാനുമുള്ള കാരണം ഇതാണ്. അതിൻ്റെ കാരണം 27-ാമത്തെ വാക്യം: തന്മൂലം ആരെങ്കിലും അയോഗ്യതയോടെ കർത്താവിൻ്റെ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്താൽ അവൻ കർത്താവിൻ്റെ ശരീരത്തിനും രക്തത്തിനുമെതിരെ തെറ്റു ചെയ്യുന്നു. കണ്ടോ? പാപം വഴിയായി രോഗം വരാൻ സാധ്യതയുണ്ട് എന്നുള്ള
കൃത്യമായ ഒരു ബോധനം ഈ രണ്ട് വചനങ്ങളും നൽകുന്നുണ്ട്. അതോടൊപ്പം തിരിച്ചറിയുക, എല്ലാ രോഗങ്ങൾക്കും കാരണം പാപമാണ് എന്ന നിലപാട് പാടില്ല. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ഈ അന്ധനായ മനുഷ്യൻ്റെ കാര്യത്തിൽ അവൻ അന്ധനായി ജനിച്ചത് അവൻ്റെ പാപം കാരണമല്ല, അവൻ്റെ മാതാപിതാക്കന്മാരുടെ പാപം കാരണമല്ല, മറിച്ച് ദൈവത്തിൻ്റെ ഹിതം പ്രകടമാകാൻ വേണ്ടിയിട്ടാണ്. സൗഖ്യം നൽകുന്ന ദൈവികമായ കൃപാവരം അവരിലേക്ക് കടന്നു വരാൻ വേണ്ടിയിട്ടാണ് എന്ന് വ്യക്തമായി യേശുനാഥൻ ഈ വചനങ്ങളിലൂടെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സഹോദരങ്ങളെ, ഇവിടെ ഈശോ സഹനത്തെ ദൈവമഹത്വവുമായി ബന്ധിപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ പരിപാലനയുടെ ഒരു ക്രമീകരണമാണ് മനുഷ്യൻ്റെ സഹനങ്ങളുടെ പിന്നിൽ കാണേണ്ടത് എന്നുള്ള ഓർമ്മപ്പെടുത്തലും ഈ വചനത്തിലുണ്ട്. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ വെളിപ്പെടുവാൻ അന്ധന് കാഴ്ച കൊടുത്ത അനുഭവം ഒരു നിമിത്തമായി എന്നുള്ളതാണ് പ്രതിപാദ്യം. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞേ, ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഇവനിൽ പ്രകടമാകണം. അന്ധന് സൗഖ്യം കൊടുക്കുന്നതിലൂടെ ദൈവത്തിന് മഹത്വമുണ്ടാകുന്നു, കണ്ടു നിൽക്കുന്ന ജനങ്ങൾക്ക് വിശ്വാസം വർദ്ധിക്കുന്നു. ഈ രണ്ട് കാര്യങ്ങളാണ് അവിടെ സംഭവിച്ചത്. ഇത് തന്നെയാണ് സാക്ഷ്യപ്പെടുത്തലുകൾ ഓരോന്നും നമ്മുടെ മുൻപിലേക്ക് വെക്കുന്ന പ്രമേയമെന്ന് പറയുക. രോഗശാന്തിയുടെ അനുഭവം അവന് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അനുഭവമായി മാറുകയാണ്. സഹനങ്ങളുണ്ടാകും, പക്ഷെ ദൈവത്തിൽ വിശ്വസിച്ചാൽ, ദൈവത്തിൽ ആശ്രയിച്ചാൽ അവൻ ആ സഹനങ്ങളെ ദൈവകൃപയുടെ അവസരങ്ങളാക്കി മാറ്റും എന്ന് തിരിച്ചറിയുക. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതങ്ങളിലും പല വിധങ്ങളിലുള്ള സഹനങ്ങൾ ഉണ്ടാകാറുണ്ട്. രോഗങ്ങളും വേദനകളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ സഹനങ്ങളായി നമ്മുടെ മുൻപിൽ ഇങ്ങനെ നമ്മളെ തുറിച്ചു നോക്കുമ്പോൾ അത് ദൈവകൃപ സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള അവസരമായി ഞാൻ എടുക്കുക എന്നുള്ളതാണ് എന്നെക്കുറിച്ചുള്ള ദൈവഹിതം. അതുകൊണ്ടാണ് ജോബ് ഇന്നും സ്മരിക്കപ്പെടുന്നത് എന്ന് നമുക്കറിയാമല്ലോ. ജോബിന് വലിയ സഹനങ്ങളുണ്ടായി, തകർച്ചകളുണ്ടായി, പ്രയാസങ്ങളുണ്ടായി. പക്ഷെ ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസമാണ് അവന് മുൻപോട്ട് നയിച്ചത്. ബാക്കിയുള്ളവരൊക്കെ മരിച്ച് മണ്ണടിഞ്ഞു പോയിട്ടും ഓർമ്മകൾ പോലും ഇല്ലാതായിട്ടും ഇന്നും ജോബ് നമ്മുടെയൊക്കെ മനസ്സുകളിൽ ജീവിക്കുന്നുണ്ട് എങ്കിൽ അതിൻ്റെ കാരണം അവന് ദൈവത്തിലുണ്ടായിരുന്ന അചഞ്ചലമായ വിശ്വാസമാണ് എന്ന് തിരിച്ചറിയുക. ആ അനുഭവം അവനെ ആഴമായി സ്പർശിക്കുന്നുണ്ട്. ആ അനുഭവത്തോട് വിശ്വസ്തത പുലർത്തുന്നതിൻ്റെ ഫലമായി ലോകത്തിൻ്റെ പ്രകാശമായ മിശിഹായിൽ വിശ്വസിക്കാനുള്ള കൃപയാണ് അന്ധനായ മനുഷ്യന് കർത്താവ് നൽകുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. എന്താണെന്ന് വെച്ചാൽ, തൻ്റെ മിശിഹ അനുഭവത്തിന് അവൻ അനേകരുടെ മുമ്പിൽ സാക്ഷ്യം വഹിക്കുന്നുണ്ട്. അതാണ് നമ്മൾ സ്ക്രീനിൽ കാണുന്നത്. തൻ്റെ മിശിഹ അനുഭവത്തിന് അന്ധനായ മനുഷ്യൻ അനേകരുടെ മുമ്പിൽ കർത്താവിന് സാക്ഷിയായിത്തീരുന്നു. ശിഷ്യർക്കും അയൽക്കാർക്കും ഫരിസയർക്കും അവൻ്റെ മാതാപിതാക്കന്മാർക്കും ദൈവത്തിൻ്റെ പ്രവർത്തനം കാണുവാൻ ഈ സംഭവം കളമൊരുക്കി എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. കൂടെയുള്ളവർക്ക്, മറ്റുള്ളവർക്ക് ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടാൻ ഇവൻ്റെ അന്ധത ഒരു കാരണമായി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയും അങ്ങനെ ഈശോയുടെ വാക്കുകൾ അന്വർത്ഥമായി തീരുകയാണ്. ദൈവത്തിൻ്റെ മഹത്വം പ്രകടമാകാൻ ഇവൻ്റെ മാതാപിതാക്കന്മാരുടെയോ പാപം നിമിത്തമല്ല, മറിച്ച് ദൈവത്തിൻ്റെ മഹത്വം പ്രകടമാകുക എന്നുള്ളതാണ് ആവശ്യമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഈ വചനഭാഗം നമ്മളോട് പറയുക. ഈശോയുടെ വാക്കുകൾ ഇവൻ്റെ ജീവിതത്തിൽ അന്വർത്ഥമായി എന്ന് പറയുമ്പോൾ അന്ധനായി ജനിച്ച ആ മനുഷ്യനിലൂടെ ദൈവത്തിൻ്റെ മഹത്വം അനേകർക്ക് വെളിപ്പെട്ട് കിട്ടുന്നു എന്നുള്ളതാണ് ഇതിനൊരു പ്രത്യേകതയായി നമ്മൾ കാണേണ്ടത്. അതുകൊണ്ട് തന്നെയും ദൈവികമായ കൃപാവരങ്ങൾക്ക് വേണ്ടിയുള്ള ആഗ്രഹവും താല്പര്യവുമാണ് ഈ വചനഭാഗം അന്ധനെ സുഖപ്പെടുത്തി കാഴ്ചയുള്ളവനാക്കുന്നതിലൂടെ യേശു നൽകുന്നത് എന്ന ബോധ്യത്തിലേക്കുള്ള വളർച്ചയാണ് കർത്താവ് നമ്മിൽ നിന്നും ആവശ്യപ്പെടുന്നത് എന്ന് പറഞ്ഞ് ഈ വചനത്തിൻ്റെ വ്യാഖ്യാനം ഞാൻ അവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി നമ്മൾ അതിൻ്റെ രണ്ടാം ഭാഗത്തിലേക്ക് പ്രവേശിക്കുന്നു. അത് വിചിന്തനമാണ്. ഒരു വശത്ത് വ്യാഖ്യാനം, അത് അല്പം ബൗദ്ധികമായി നമ്മളെ വളർത്താൻ വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ, വിചിന്തനം എന്ന് പറയുന്നത് നമ്മളെ വിശ്വാസപരമായി വളർത്താൻ വേണ്ടിയിട്ടുള്ളതാണ്. നമ്മൾ 9-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെയുള്ള വചനഭാഗങ്ങളുടെ വിചിന്തനമാണ് ആദ്യം കാണാൻ വേണ്ടി ശ്രമിക്കുന്നത്. അവിടെ ഒരു വചനം പറയുന്നുണ്ട്, പകലായിരിക്കുവോളം. പകലായിരിക്കുവോളം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്?
ഈ ലോക ജീവിതകാലത്ത് എന്നാണ് അതിൻ്റെ അർത്ഥം. പകലായിരിക്കുവോളം. ഈ ലോക ജീവിതകാലത്ത് എന്നർത്ഥം വരുന്ന പകലായിരിക്കുവോളം എന്ന വാക്കുപയോഗിച്ചിട്ട് പറയാണ്, ആർക്കും ജോലി ചെയ്യാൻ കഴിയില്ലാത്ത രാത്രി മരണത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്നത്. പകലും രാത്രിയും. പകൽ ഈ ലോകത്തിലെ എൻ്റെ ജീവിതം, രാത്രി എന്നെ കാത്തിരിക്കുന്ന മരണമാണ് എന്ന് തിരിച്ചറിയുക. അതുകൊണ്ട് തന്നെയും ഈശോ ലോകത്തിൻ്റെ പ്രകാശമായിരിക്കുന്നത് പോലെ അവിടുത്തെ ശിഷ്യരും ലോകത്തിൻ്റെ പ്രകാശമായി തീരേണ്ടവരാണ് എന്ന് ഈ തിരുവചന ഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പ്രകാശമായ മിശിഹ തൻ്റെ പ്രവർത്തനങ്ങളിൽ ശിഷ്യന്മാരെയും പങ്കാളികളാക്കുന്നുണ്ട് എന്ന് നമുക്കറിയാമല്ലോ. അതുകൊണ്ടാണ് യോഹന്നാൻ 9-ാമത്തെ അധ്യായത്തിൻ്റെ 4-ാം തിരുവചനത്തിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നു, എന്നെ അയച്ചവൻ്റെ പ്രവൃത്തികൾ പകലായിരിക്കുവോളം നാം ചെയ്യേണ്ടിയിരിക്കുന്നു. അയച്ചവൻ്റെ പ്രവൃത്തികളാണ് നാം ജീവിതകാലത്ത് ചെയ്യേണ്ടത് പകലായിരിക്കുവോളം. ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ചെയ്യേണ്ടത് അയച്ചവൻ്റെ ഹിതമാണ്. എന്നെ അയച്ചത് എൻ്റെ പിതാവാണ് എന്ന് കർത്താവിന് നല്ല ബോധ്യമുണ്ടായിരുന്നു. യോഹന്നാൻ ശ്ലീഹ 1-ാം ലേഖനത്തിൻ്റെ 3-ാം അധ്യായം 1-ാം തിരുവചനത്തിൽ ഇപ്രകാരം നമുക്ക് ഏവർക്കും സുപരിചിതമായ ഒരു വചനം പറയുന്നുണ്ട്, കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത്. നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുന്നു, നാം അങ്ങനെയാണു താനും. കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത്. നമ്മൾ ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുന്നു, നാം അങ്ങനെയാണു താനും. ദൈവമാണ് നമ്മെ അയച്ചത് എന്നുള്ള ബോധ്യമാണ് സഹോദരങ്ങളെ നമുക്കേവർക്കും ഉണ്ടാകേണ്ടത്. അതുകൊണ്ട് തന്നെയും എന്നെ അയച്ചവൻ്റെ പ്രവൃത്തികൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എന്നൊരു പകലായിരിക്കുവോളം നാം ചെയ്യേണ്ടിയിരിക്കുന്നു. എന്നിട്ട് പറയാണ്, പ്രകാശത്തിലായിരിക്കുക എന്നതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ മക്കളായിരിക്കുക എന്നുള്ളതാണ്. പിടികിട്ടിയോ? കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 5-ാം തിരുവചനത്തിൽ അപ്രകാരം ഒരു വചനം നമ്മൾ കാണുന്നുണ്ട്. 1 കൊറിന്തോസ് 4-ാം അധ്യായം 5-ാം തിരുവചനത്തിലാണ് ഈ വചനഭാഗം നമ്മൾ കാണുക. അതിനാൽ മുൻകൂട്ടി നിങ്ങൾ വിധി പ്രസ്താവിക്കരുത്, കർത്താവ് വരുന്നതുവരെ കാത്തിരിക്കുവിൻ. അന്ധകാരത്തിൽ മറഞ്ഞിരിക്കുന്നവയെ വെളിച്ചത്ത് കൊണ്ടുവരുന്നവനും ഹൃദയരഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നവനും അവനാണല്ലോ. അപ്പോൾ ഓരോരുത്തർക്കും ദൈവത്തിൽ നിന്ന് പ്രശംസ ലഭിക്കും. വചനം വളരെ കൃത്യമായി നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നെ അയച്ചവൻ്റെ പ്രവൃത്തികൾ പകലായിരിക്കുവോളം ചെയ്യുകയെന്ന് പറയുമ്പോൾ, പകലിലായിരിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ മകനും മകളുമായിരിക്കുക എന്നുള്ളതാണ് അതിലൂടെ അർത്ഥമാക്കുന്നത് എന്ന് 1 കൊറിന്തോസ് 4-ാം അധ്യായത്തിൻ്റെ 5-ാം തിരുവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടാണ് ക്രിസ്തു ശിഷ്യൻ ലോകത്തിൻ്റെ പ്രകാശമായി തീരേണ്ടത് എന്ന് ഈ വചനഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എന്താ അർത്ഥം? യേശു ലോകത്തിൻ്റെ പ്രകാശമായിരുന്നു എങ്കിൽ ഞാനും നിങ്ങളും യേശുവിനെ പോലെ ഈ ലോകത്തിൻ്റെ പ്രകാശമാകാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് എന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ് കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്ന കാര്യം. അതുകൊണ്ട് തന്നെയും ദൈവം ഭരമേൽപ്പിച്ചിരിക്കുന്ന ജോലികളാണ് ഈ ലോക ജീവിതത്തിൽ ഞാനും നിങ്ങളും നിറവേറ്റേണ്ടത് എന്ന് മനസ്സിലാക്കുക. നമ്മളെക്കുറിച്ചുള്ള ദൈവഹിതം അതാണ്. അതുകൊണ്ട് തന്നെയും ശിഷ്യർ ലോകത്തിൻ്റെ പ്രകാശമാണെന്നും മറ്റുള്ളവർ സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തത്തക്ക വിധം സൽപ്രവൃത്തികൾ ചെയ്തുകൊണ്ട് അവരുടെ വെളിച്ചം പ്രകാശിക്കണമെന്നും മത്തായി സുവിശേഷകൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് കേട്ടോ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 5-ാം അധ്യായത്തിൽ ഗിരിപ്രഭാഷണം എന്ന് വിളിക്കപ്പെടുന്ന കർത്താവിൻ്റെ മലയിലെ പ്രസംഗത്തിൻ്റെ ആരംഭ ഭാഗത്ത് 14, 15, 16 വാക്യങ്ങളിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്ന ഒരു വചനമുണ്ട്. മത്തായി 5-ാം അധ്യായം 14 മുതൽ 16 വരെയുള്ള വചനങ്ങൾ. നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു. മലമുകളിൽ പണിതുയർത്തിയ പട്ടണം മറച്ചു വയ്ക്കുക സാധ്യമല്ല. വിളക്ക് കൊളുത്തി ആരും പറയുടെ കീഴിൽ വയ്ക്കാറില്ല, ദീപപീഠത്തിന്മേലാണ് വയ്ക്കുക. അപ്പോൾ അത് ഭവനത്തിലുള്ള എല്ലാവർക്കും വെളിച്ചമേകുന്നു. അപ്രകാരം മനുഷ്യർ നിങ്ങളുടെ സൽപ്രവർത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ.
സഹോദരങ്ങളെ, വെളിച്ചത്തിൽ ജീവിക്കുക, പ്രകാശത്തിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ കൃത്യമായും തിരിച്ചറിയുക, സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തുക എന്നുള്ളതാണ് അർത്ഥം. അപ്രകാരം ജീവിക്കുന്നത് വഴിയായി ഞാനും നിങ്ങളും ക്രിസ്തുവിൻ്റെ വെളിച്ചമായി ഈ ലോകത്തിൽ ജീവിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. 2-3 വാക്യങ്ങളുടെ അർത്ഥത്തിൽ വിചിന്തനമായി നമ്മൾ തിരിച്ചറിയേണ്ടത് ഈശോ കുരുടന് കാഴ്ച നൽകുന്ന സംഭവത്തെക്കുറിച്ച് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം വിശേഷിപ്പിക്കുന്ന അടയാളമായി നമ്മളിതിനെ കാണുമ്പോൾ ലോകത്തിൽ അനുഭവപ്പെടുന്ന സഹനങ്ങളുടെ പിന്നിൽ ദൈവത്തിൻ്റെ കരം ദർശിക്കുവാൻ നമുക്ക് സാധിക്കണമെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ്. സഹനങ്ങൾ കടന്നു വരുമ്പോൾ നഷ്ടധൈര്യരാകാതെ, നിരാശപ്പെടാതെ, പ്രാർത്ഥന ഉപേക്ഷിക്കാതെ, വിശ്വാസം വേണ്ടെന്ന് വയ്ക്കാതെ ദൈവത്തിൽ അള്ളിപ്പിടിക്കുന്നവരാകണം, ദൈവത്തിൽ ആശ്രയിക്കുന്നവരാകണം. സഹനങ്ങളുടെ പിന്നിൽ ദൈവത്തിൻ്റെ കരം കാണാനായി സാധിക്കണം. ഈശോ അങ്ങനെ ജീവിച്ചവനല്ലേ? ഗത്സമൻ തോട്ടത്തിൽ കർത്താവ് വലിയ ദുഃഖത്തിലൂടെ കടന്നു പോവുകയാണ്. വലിയൊരു പ്രതിസന്ധി അവൻ്റെ മുൻപിൽ വരികയാണ്. വലിയൊരു പ്രലോഭനമെന്ന് വേണമെങ്കിൽ പറയാം. എന്താ പ്രതിസന്ധി? 33 വയസ്സ് മാത്രം പ്രായമുള്ള യൗവനപ്രായക്കാരനായ കർത്താവ് കുരിശിൽ മരിക്കണമെന്നുള്ള പിതാവിൻ്റെ തീരുമാനം, ഇനിയും എനിക്ക് ജീവിക്കണമെന്നുള്ള മനുഷ്യപുത്രൻ്റെ ആഗ്രഹം, പിതാവിൻ്റെ തീരുമാനവും മനുഷ്യപുത്രൻ്റെ ആഗ്രഹവും തമ്മിൽ ഏറ്റുമുട്ടുന്നു. എന്താ സംഭവിച്ചതെന്നറിയാവോ? വിയർപ്പുതുള്ളികൾ രക്തമാണ് പുറത്തു വന്നത്. രക്തം വിയർപ്പുതുള്ളികളായി പുറത്തു വന്നു എന്ന് പറയുമ്പോൾ അവൻ എത്രമാത്രം വലിയ മാനസിക സംഘർഷങ്ങളിലൂടെ കടന്നുപോയി എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. ഇപ്രകാരമുള്ള സംഘർഷങ്ങൾ യേശു കർത്താവ് കടന്നു പോകുന്നതിൻ്റെ കാരണം സഹനത്തിലൂടെ അവൻ കടന്നുപോയി എന്ന കാരണത്താലാണ്. ഈശോ ഒരു വേള പ്രാർത്ഥിക്കുന്നുണ്ട്, മനുഷ്യപുത്രനായ കർത്താവ്, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നെ കടന്നു പോകട്ടെ, ഈ കാസ കുടിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ അർത്ഥം എന്താ? കുരിശിൽ മരിക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് കർത്താവ് ഒരു പക്ഷേ പിതാവിനോട് പറയുകയായിരുന്നു. തൊട്ടടുത്ത വാക്യത്തിൽ കൂട്ടിച്ചേർക്കുന്നുണ്ട്, ദൈവപുത്രനായ യേശു കർത്താവ് പറയുന്നു, പിതാവേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ. ലെറ്റ് ദൈ വിൽ ബി ഡൺ. ദൈവഹിതത്തിന് തന്നെ പൂർണ്ണമായും സമർപ്പിക്കുന്ന കർത്താവ് സഹനങ്ങളിൽ നമുക്കുണ്ടാകേണ്ട മനോഭാവം എന്താണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ചിലരൊക്കെ ചോദിക്കാറുണ്ട്, അച്ഛാ, വാട്ട് മസ്റ്റ് ബി മൈ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ദ സഫറിങ്സ്? സഹനങ്ങളിൽ എൻ്റെ മനോഭാവം എങ്ങനെയുള്ളതായിരിക്കണം? എനിക്കൊരു ഉത്തരമേ ഉള്ളൂ, ദ ആറ്റിറ്റ്യൂഡ് ഓഫ് ജീസസ്. യേശുവിൻ്റെ മനോഭാവം എന്തായിരുന്നു? യേശുവിൻ്റെ മനോഭാവം, വാട്ട് വാസ് ദ ആറ്റിറ്റ്യൂഡ് ഓഫ് ജീസസ് ഇൻ ഹിസ് സഫറിങ്സ്? ഫാദർ, ലെറ്റ് ദൈ വിൽ ബി ഡൺ. പിതാവേ, നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ. പിതാവേ, നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്നുള്ള കർത്താവ് തന്നെ സമർപ്പിക്കുന്നു ദൈവഹിതത്തിന്. സഹോദരങ്ങളെ, സഹനങ്ങൾ കടന്നു വരുമ്പോൾ, വിഷമങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളും സാമ്പത്തിക തകർച്ചകളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാകുമ്പോൾ പിതാവിൻ്റെ ഇഷ്ടത്തിന് കീഴ്വഴങ്ങാൻ നീ തയ്യാറാണെങ്കിൽ സഹനങ്ങളെ അനുഗ്രഹങ്ങളാക്കി മാറ്റാൻ ദൈവത്തിന് കഴിയും എന്ന് തിരിച്ചറിയുക. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ കാര്യവും ദൈവികമായ പദ്ധതിയുടെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കുക. ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ പരിപാലനയ്ക്കപ്പുറം ഒന്നും സംഭവിക്കുകയില്ല എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. ദൈവമഹത്വമാണ് എല്ലാറ്റിൻ്റെയും ലക്ഷ്യമായി നമ്മുടെ മുൻപിലുണ്ടാകേണ്ടത്. എൻ്റെ ഈശോ അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ള ബോധ്യം. ഈ ബോധ്യം ഉണ്ടെങ്കിൽ നമുക്ക് വിശ്വാസം നഷ്ടപ്പെടുകയില്ല. ഈ വിശ്വാസമുണ്ടെങ്കിൽ നമ്മൾ നിരാശരാവില്ല. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. സഹോദരങ്ങളെ, വേദനകളിലൂടെ കടന്നു പോകുമ്പോൾ ഒരുപക്ഷെ നമ്മളൊക്കെയും നിരാശപ്പെടാനുള്ള സാധ്യതയുണ്ട്. ആ സാധ്യതയെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം പറയുക, പ്രത്യാശ നഷ്ടപ്പെടാത്തവരായി ദൈവ തിരുസന്നിധിയിൽ ജീവിക്കുന്നവരാകണം ഞാനും നിങ്ങളും എന്നുള്ള ഓർമ്മപ്പെടുത്തൽ. എല്ലാം നന്മയ്ക്കായി തിരിച്ചുവിടുന്ന ദൈവത്തിൻ്റെ പരിപാലന,
അതെല്ലാം ദൈവമഹത്വത്തിന് കാരണമാക്കി തീർക്കുമെന്നും വിശ്വാസത്തോടുകൂടെ സഹനങ്ങളെ നേരിടാൻ നമുക്ക് കഴിയണമെന്നുമുള്ള ഓർമ്മപ്പെടുത്തലാണിത്. അങ്ങനെ സഹനങ്ങളെ നേരിടാൻ മറ്റുള്ളവരെ നാം സഹായിക്കുകയും വേണം. എൻ്റെ ജീവിതത്തിൽ ഒരു സഹനം വരുമ്പോൾ, ഒരു വിഷമമോ ഒരു പ്രതിസന്ധി ഒരു വേദനയോ വരുമ്പോൾ ഇത് ദൈവം അറിഞ്ഞ് അനുവദിക്കുന്നതാണ് എന്ന് എനിക്ക് മനസ്സിലാകണം. ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ആ സഹനങ്ങളെ ദൈവഹിതമായി സ്വീകരിക്കാൻ എന്നെക്കൊണ്ട് സാധിക്കുന്നത്. സഹനങ്ങളെ ദൈവഹിതമായി സ്വീകരിക്കുമ്പോഴാണ് മറ്റുള്ളവർക്കും സഹനങ്ങളിൽ ശക്തി പകരാൻ, കൂടെ നിൽക്കാൻ, ചേർത്തണയ്ക്കാൻ എനിക്ക് സാധിക്കുകയുള്ളൂ. സഹനങ്ങളിൽ ജോബിൻ്റെ ഭാര്യ തള്ളിപ്പറഞ്ഞതുപോലെ തള്ളിപ്പറയേണ്ടവരല്ല നമ്മൾ. ജോബിൻ്റെ കൂട്ടുകാർ ജോബിനെ തള്ളിപ്പറഞ്ഞതുപോലെ സഹനങ്ങളിലൂടെ കടന്നു പോകുന്നവരെ തള്ളിക്കളയേണ്ടവരല്ല നാം. മറിച്ച് സഹനങ്ങളിൽ പ്രത്യാശ നഷ്ടപ്പെടാതെ ദൈവകൃപകൾക്കു വേണ്ടി വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് കാത്തിരിക്കാൻ, മറ്റുള്ളവരെ സഹായിക്കാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. അത് നമ്മുടെ കടമയാണ്, കടപ്പാടാണ് എന്ന് തിരിച്ചറിയുക പ്രിയ സഹോദരി സഹോദരന്മാരെ. ഇപ്രകാരമുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് വളർന്നു വരുമ്പോൾ തുടർന്നുള്ള വാക്യങ്ങളുടെ അർത്ഥം നമുക്ക് വ്യക്തമാകും. 9-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 41 വരെയുള്ള ബാക്കി ഭാഗങ്ങളിൽ നമ്മൾ തിരിച്ചറിയുന്ന ഒരു യാഥാർത്ഥ്യം ഇതാണ്: മാമോദീസായിലൂടെയാണ് നാം വിശ്വാസത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് പ്രവേശക കൂദാശ എന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ വിളിച്ചത്. വിശ്വാസം ഒരു വെളിച്ചമാണ്. മനസ്സിലായോ? വിശ്വാസം ഒരു വെളിച്ചമാണ്. ഈ വെളിച്ചം ദൈവത്തിൻ്റെ സ്വയം വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുവാൻ നമ്മെ സഹായിക്കുന്നു. ക്രിസ്തുവാകുന്ന പ്രകാശത്തിൽ, ആ വെളിച്ചത്തിൽ മുൻപോട്ട് പോവുക എന്നുള്ളതാണ് ഞാനും നിങ്ങളും ആഗ്രഹിക്കേണ്ടത്, പരിശ്രമിക്കേണ്ടത്. ഈ വിശ്വാസ ജീവിതത്തിന് വളർച്ചയുണ്ടാകണം. സ്റ്റാഗ്നൻ്റായി പോകരുത്, കെട്ടിക്കിടക്കുന്നതായി തീരരുത്. വിശ്വാസം അനുനിമിഷം വളർന്നുകൊണ്ടേയിരിക്കണം. വിശ്വാസത്തിൻ്റെ വിഷയമായ ദൈവിക രഹസ്യങ്ങൾ കൂടുതൽ കൂടുതൽ മനസ്സിലാക്കാനും അതിനനുസൃതമായി ജീവിക്കാനും നമുക്ക് സാധിക്കേണ്ടിയിരിക്കുന്നു. അപ്രകാരം ഒരു ജീവിതമാണ് ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത് എന്ന് തിരിച്ചറിയുക. ഈ വിശ്വാസ വളർച്ച നമ്മിൽ സംഭവിക്കണമെങ്കിൽ അന്ധനായ മനുഷ്യൻ്റെ മനോഭാവങ്ങളായ എളിമ, തുറവി, സത്യസന്ധത എന്നിവ നമ്മുടെ ജീവിതങ്ങളിലും കൈമുതലായി കൂടെയുണ്ടാകണം. 3 നന്മകളെക്കുറിച്ചാണ് ഞാൻ പറയുക. പുണ്യപ്രവൃത്തികൾ എന്ന് വേണമെങ്കിൽ അതിനെ വിളിക്കാം നമുക്ക്. ഏതൊക്കെയാണ് ആ 3 പുണ്യങ്ങൾ? ഒന്നാമത്തേത് എളിമയുണ്ടാകണം, 2 തുറവിയുണ്ടാകണം, 3 സത്യസന്ധരായിരിക്കണം. ഈ 3 കൃപകളിലൂടെ ഞാനും നിങ്ങളും വളർന്നു വരുമ്പോൾ വിശ്വാസ വളർച്ച നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടാകുമെന്നുള്ള തിരിച്ചറിവ്. നേരെ മറിച്ച് യഹൂദരുടെ നിലപാടുകളായ തുറവിയില്ലായ്മ, മുൻവിധി, ആത്മാർത്ഥതയില്ലായ്മ, അഹങ്കാരം എന്നിവ നമ്മിലുണ്ടായാൽ വിശ്വാസ വെളിച്ചം നഷ്ടപ്പെട്ടു പോവുകയും അവിശ്വാസത്തിൻ്റെ അന്ധകാരത്തിൽ നിപതിക്കുകയും ചെയ്യും എന്ന് തിരിച്ചറിയുക. അതുകൊണ്ട് സഹോദരങ്ങളെ, അന്ധനായ മനുഷ്യൻ എളിമപ്പെട്ടതുപോലെ, തുറവയുള്ളവനായിരുന്നതുപോലെ സത്യസന്ധരായിരിക്കാൻ നമുക്കും പരിശ്രമിക്കാം. മറുഭാഗത്ത് തുറവയില്ലായ്മയും മുൻവിധിയും ആത്മാർത്ഥതയില്ലായ്മയും അഹങ്കാരവും നമ്മെ വിശ്വാസത്തിൻ്റെ വെളിച്ചമൂതിക്കെടുത്തുകയും ഇരുട്ടിലാക്കി കളയുകയും ചെയ്യും. അതുവഴിയായി ഞാനും നിങ്ങളും ദൈവികമായ കൃപാവരങ്ങളിൽ നിന്നും ദൂരെയാകും എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ദൈവികമായ ഇടപെടലുകളിലേക്ക് നമ്മുടെ വിശ്വാസത്തിൻ്റെ കണ്ണുകളെ തുറക്കുകയും ആ ഇടപെടലുകളെക്കുറിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ വിശ്വസ്തയോടും സത്യസന്ധതയോടും കൂടെ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുമ്പോഴാണ് നാം വിശ്വാസത്തിൻ്റെ പൂർണ്ണതയിലേക്ക് വളരുന്നത് എന്ന് മനസ്സിലാക്കുക. വിശ്വാസത്തിൽ വളർന്ന് മിശിഹായുടെ പ്രകാശത്താൽ പ്രകാശിതരായി ഈ പ്രകാശത്തിന് ഫലപ്രദമായ വിധം സാക്ഷ്യം വഹിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് ഓരോ ക്രൈസ്തവനും കത്തോലിക്കനും എന്നുള്ള ബോധ്യം സഹോദരങ്ങളെ നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ വേണം. മിശിഹായിൽ നിന്ന് നിങ്ങൾ സ്വീകരിച്ച അഭിഷേകം നിങ്ങളിൽ നിലനിൽക്കുന്നു എന്ന് തിരിച്ചറിയുക. അതിനാൽ മറ്റാരും നിങ്ങളെ പഠിപ്പിക്കേണ്ടതില്ല. അവൻ്റെ അഭിഷേകം എല്ലാ കാര്യങ്ങളെയും കുറിച്ച് നിങ്ങളെ പഠിപ്പിക്കുമെന്ന യോഹന്നാൻ ശ്ലീഹായുടെ 1-ാം ലേഖനം
2-ാം അധ്യായം 27-ാം തിരുവചനം പാതയിൽ നമുക്ക് വെളിച്ചമാകട്ടെ. പരിശുദ്ധാത്മാവിൽ നിന്ന് നേരിട്ട് അറിവ് നേടാമെന്നും സഭയുടെ ആവശ്യമില്ലെന്നും ഈ വെളിച്ചത്തിൻ്റെ പഠിപ്പിക്കുന്ന ചിലരുണ്ട്. യേശുവിനെ വേണം, ദൈവത്തെ വേണം, സഭയെ വേണ്ട എന്നുള്ള പഠനം അബദ്ധമാണ് എന്ന് തിരിച്ചറിയുക. മാമോദീസായിലൂടെ ഒരുവൻ സഭയുടെ അംഗമായി തീരുകയും അതുവഴിയായി പരിശുദ്ധാത്മാവിലുള്ള ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുകയാണ് നമ്മളെക്കുറിച്ചുള്ള ദൈവഹിതം. സഹോദരങ്ങളെ, കൂദാശകൾ പരികർമ്മം ചെയ്യാനുള്ള അവകാശം സഭയ്ക്ക് മാത്രമാണുള്ളത് എന്ന് തിരിച്ചറിയുക. വിശ്വാസം ഒരു വ്യക്തിയുടെ മാത്രം നേട്ടമല്ല. ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് യഥാർത്ഥമായ വിശ്വാസത്തിൽ വളരാനും നമുക്ക് സാധ്യമല്ല. അതുകൊണ്ട് മനസ്സിലാക്കുക, അവൻ്റെ അഭിഷേകം എല്ലാ കാര്യങ്ങളെയും കുറിച്ച് നിങ്ങളെ പഠിപ്പിക്കുമെന്നതുകൊണ്ട് സഭയുടെ വിശ്വാസം പഠിപ്പിക്കും എന്നാണ് അർത്ഥമാക്കുന്നത്. സഭയിൽ നിന്നും വേറിട്ട ഒരു വിശ്വാസ ജീവിതമില്ല എന്ന് തിരിച്ചറിയുക. ജീസസ് യെസ്, ചർച്ച് നോ എന്ന ഒരു ആധുനിക തലമുറയുടെ ഒരു സിദ്ധാന്തമുണ്ട്. അപകടമാണ്. ക്രിസ്തു സഭയുടെ ശിരസ്സാണെങ്കിൽ സഭാഗാത്രത്തോട് ചേർന്ന് നിൽക്കാൻ ഏവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.